നമ്മളിലെല്ലാവരിലും രണ്ട് ഗുണങ്ങളുണ്ട്, നന്മയും തിന്മയും. ഇതിന് ആസുരികതയെന്നും ദൈവികതയെന്നും പറയാം. നന്മയുള്ളവരെ അതിന് ദൈവികത, തിന്മ വളർത്തിയെടുക്കുന്നതിന് ആസുരികത എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും സമാസമമായിട്ട് നമ്മൾ നിന്നാൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇതിലൊന്ന് എപ്പോഴും ഒന്ന് മുകളിലായിട്ട് വരണം, ഒന്ന് താഴെയായിരിക്കണം. അപ്പോൾ എപ്പോഴും മുന്നിലായിട്ട് വരേണ്ട നന്മയായിരിക്കണ്ടേ. അപ്പോൾ ഈ നന്മ കൊണ്ട് നമുക്ക് തിന്മയെ നശിപ്പിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എത്രയൊക്കെ ഒരാളോട് വഴക്കുണ്ടാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ നമ്മൾ സ്നേഹിച്ച് നോക്കിക്കുക, നമ്മൾ ചെയ്തതെല്ലാം അവർ മറക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തിന്മയിൽ വിജയം കാണാതെ നന്മയിൽ വിജയം കണ്ടെത്തണം. നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, ക്ഷേത്രദർശനങ്ങളിൽ പള്ളികളിൽ ഒക്കെ പോയി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അതുപോലെ തന്നെ ജപം കൊണ്ട് നമുക്ക് എന്താണോ നല്ല കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നല്ല എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവികത വളരും. ആ തിന്മ നമ്മുടെ മനസ്സിൽ നശിക്കുകയും ചെയ്യും.